വയനാട് മഹാദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾക്കും ധനസഹായം, പരിക്കേറ്റവർക്കുള്ള ധനസഹായവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരും. വിലങ്ങാട് ഉരുൾപൊട്ടലിലും പ്രത്യേക പാക്കേജ് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള 2 ലക്ഷം രൂപയും ചേർത്താണ് 6 ലക്ഷം രൂപ മരിച്ചവരുടെയും കാണാതായവരുടെയും ആശ്രിതർക്ക് നൽകുക. അംഗവൈകല്യം സംഭവിച്ചവർക്കും ഗുരുതര പരിക്കേറ്റവർക്കുമുള്ള ധനസഹായവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക. ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട്. കണ്ണുകൾ, കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക്, 60% വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ. 75,000 രൂപ എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട്, അതിന് പുറമേയുള്ളതാണ് 75,000 രൂപ. ഇത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ്. ഗുരുതരമായ പരിക്ക് പറ്റിയവർക്ക്, ഇത് അംഗവൈകല്യം വന്നവരാണ്, ഗുരുതരമായി പരിക്ക് പറ്റിയവർക്കും 50,000 രൂപ ഇതിന് പുറമെ അനുവദിക്കുന്ന നിലയുണ്ടാവും. വിലങ്ങാടിലെ ഉരുൾപൊട്ടലിലും സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായി. വിലങ്ങാടിനും പ്രത്യേക പാക്കേജ് ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. സ്പെഷ്യൽ പാക്കേജ് തന്നെയായിരിക്കും ഇത് വന്നാൽ. വിലങ്ങാടിനും ഇതോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യും. അതിപ്പോൾ ഇതാണല്ലോ ഏറ്റവും പ്രധാനം, അതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റതിനെല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ കലക്ടർ റിപ്പോർട്ട് വിശദമായി അയച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലങ്ങാട് പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.